ഇസ്രയേലുമായുള്ള അടുത്തിടെ നടന്ന വ്യോമാക്രമണങ്ങളും സംഘർഷങ്ങളും കഴിഞ്ഞ ഇറാന്റെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ലോകത്തെ നടുക്കിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചതായി അദ്ദേഹം തുറന്നു പറഞ്ഞത് ഗൾഫ് മേഖലയിലും അന്താരാഷ്ട്ര തലത്തെയും രാഷ്ട്രീയവും സുരക്ഷയും സംബന്ധിച്ച് ചർച്ചകൾക്ക് പുതിയ വഴിത്തിരിവാണ് നൽകുന്നത്. നസീർ സാദെ ഇറാനിയൻ മാധ്യമമായ യങ് ജേർണലിസ്റ്റ് ക്യാമ്പയിൻ നൽകിയ അഭിമുഖത്തിലാണ് ഈ വിവരം വെളിപ്പെടുത്തിയത്. ഇറാൻ സ്വന്തം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി പല രാജ്യങ്ങളിലും ആയുധ നിർമ്മാണ ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ അവ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. ദശാബ്ദങ്ങളായി അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ കാരണം ഇറാന്റെ പ്രതിരോധ മേഖലയിൽ കടുത്ത തടസ്സങ്ങൾ നിലനിന്നിരുന്നു. 1979 ഇസ്ലാമിക് വിപ്ലവത്തിന് ശേഷമാണ് അമേരിക്ക ഉപരോധങ്ങൾ ശക്തമായത്. ആധുനിക ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കഴിയാതെ വന്ന ഇറാൻ ആഭ്യന്തര സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിലും പഴയ സംവിധാനങ്ങൾ നവീകരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിർമ്മാണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ഇറാൻ സ്വന്തമായ ആയുധശേഷി അതിരുകൾക്കപ്പുറം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഇസ്രയേലിനോടുള്ള ഭീഷണി വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഗൾഫ് മേഖലയിലെ സുരക്ഷാ സ്ഥിതിഗതികളിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെയും ഗുരുതരമായി ബാധിക്കുമെന്ന വിലയിരുത്തലുകൾ ഉയർന്നിട്ടുണ്ട്. 2024 ജൂൺ 13 ഇസ്രയേൽ ഇറാനിലെ ആണവ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചു. 1000-ലധികം ആളുകൾ ഉൾപ്പെടെ മുതിർന്ന കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞന്മാരും കൊല്ലപ്പെടുകയും ഇതിനെതിരെ ഇറാൻ ഉടൻ തന്നെ പ്രതികരിച്ചു. മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രയേലിനെ ലക്ഷ്യമാക്കുകയും ഡസൻ കണക്കിന് ഇസ്രയേൽ പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. ജൂൺ 22 അമേരിക്ക രംഗപ്രവേശനം ചെയ്തതിനെ തുടർന്ന് ജൂൺ 24 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചു. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും അവിശ്വാസം മാറാതെ തുടരുകയാണ്. ഇസ്രയേലുമായുള്ള സംഘർഷ സമയത്ത് ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ ആയുധമായ കാസിം ബാസിർ മിസൈൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നതായി മന്ത്രി പറഞ്ഞു. ഈ മിസൈലിനെ ഏറ്റവും കൃത്യമായ ആയുധം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇതിന് ഏകദേശം 1200 കിലോമീറ്റർ ദൂരപരിധി ഉണ്ടെന്ന് സൂചിപ്പിച്ച് ഈ മിസൈൽ ഇറാന്റെ സൈനിക ശേഖരത്തിലെ ഒരു പ്രധാന ആയുധമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമീപഭാവിയിൽ തന്നെ വിദേശ ഫാക്ടറികളുടെ പ്രഖ്യാപനം ഔദ്യോഗികമായി അറിയിക്കപ്പെട്ടേക്കാം. ഇസ്രയേലുമായുള്ള അവസാന സംഘർഷത്തിൽ പുതിയ മിസൈലുകൾ വിനിയോഗിച്ചിട്ടില്ല. നസീർ സാദിയുടെ പ്രസ്താവനകൾ വന്നത് ഓഗസ്റ്റ് 21 ഇറാന്റെ വലിയ നാവിക അഭ്യാസത്തിന് ശേഷമാണെന്ന് ശ്രദ്ധേയമാണ്. ഒമാൻ ഉൾക്കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ക്രൂയിസ് മിസൈലുകൾ പരീക്ഷിച്ചു. ഇത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിന് ശേഷം ഇറാൻ നടത്തിയ ആദ്യത്തെ ശക്തമായ അഭ്യാസമായിരുന്നു. അന്താരാഷ്ട്ര ജലങ്ങളിൽ ഇറാന്റെ ശക്തി പ്രകടനം ഗൾഫ് മേഖലയിൽ രാജ്യങ്ങളിൽ ആശങ്കകൾ സൃഷ്ടിച്ചു. ഇസ്രയേലിലെ ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തതിനനുസരിച്ച് ഇറാന്റെ പ്രസ്താവനകൾ ഗൗരവത്തോടെ വിലയിരുത്തുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന്റെ ആണവ മിസൈൽ ശേഷി പ്രാദേശിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. വിദേശ രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ സ്ഥാപിക്കുന്ന ശ്രമം അന്താരാഷ്ട്ര നിയമങ്ങൾക്കും സുരക്ഷയ്ക്കുമുള്ള വെല്ലുവിളിയാണ്. ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. യുദ്ധത്തിനിടെ അമേരിക്ക നടത്തിയ മധ്യസ്ഥത വെടിനിർത്തലിന് വഴിവെച്ചുവെങ്കിലും ഇറാന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കയെ പ്രതിരോധ നിലയിലേക്ക് കൊണ്ടുവരുന്നു. അമേരിക്കൻ വിദഗ്ധർ പറയുന്നത് ഇറാൻ വിദേശത്ത് ആയുധ ഫാക്ടറികൾ സ്ഥാപിക്കുന്നുവെങ്കിൽ ഇറാന്റെ സ്വാധീനം പ്രദേശാന്തര രീതിയിൽ പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ്. UN സുരക്ഷാ കൗൺസിൽ ഇതിനകം ഇറാന്റെ മിസൈൽ പരീക്ഷണങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാന്റെ നീക്കത്തെ കൂടുതൽ വിമർശിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ സ്ഥിരത നഷ്ടപ്പെടുത്തുന്ന നീക്കം എന്നാണ് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളുടെ വിലയിരുത്തൽ. ഇറാൻ പ്രദേശത്ത് ഫാക്ടറികൾ സ്ഥാപിക്കുന്നത് അമേരിക്കൻ ഉപരോധങ്ങൾ മറികടക്കാനുള്ള ഒരു കൃത്യമായ തന്ത്രമാണ്. ഇത് ഇറാന്റെ ആയുധശേഷി അന്താരാഷ്ട്ര വിപണിയിലേക്ക് എത്തിക്കുകയും പ്രദേശാന്തര രീതിയിൽ കൂടുതൽ അസ്ഥിരത സൃഷ്ടിക്കുകയും ചെയ്യും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നിയന്ത്രണാതീതമാകുമെന്ന സാഹചര്യത്തിലാണ് പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഗൾഫ് മേഖലയിൽ രാജ്യങ്ങൾക്ക് ഇതിന്റെ പ്രത്യാഘാതം ഉണ്ടാകും. നസീർ സാദിയുടെ വെളിപ്പെടുത്തലുകൾ പ്രകാരം ഇറാന്റെ പ്രതിരോധ തന്ത്രം പൂർണ്ണമായും ആക്രമണപരമായും വഴിയിലേക്ക് മാറുകയാണ്. വിദേശത്തുള്ള ആയുധ ഫാക്ടറികൾ ഭാവിയിൽ പുതിയ യുദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള അവിശ്വാസം കുറയുന്നില്ല. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇറാനെതിരെ കൂടുതൽ നിലപാട് എടുക്കുകയും ഗൾഫ് മേഖലയിൽ ശക്തി വികസനത്തിന്റെ മത്സരം രൂക്ഷമാവുകയും ചെയ്യുകയാണ്. ഇസ്രയേലുമായുള്ള സംഘർഷത്തിന് പിന്നാലെ ഇറാന്റെ പ്രതിരോധ മന്ത്രി നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗൾഫ് മേഖലയിലെ രാഷ്ട്രീയവും സൈനികവുമായ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വഴിവെക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ആയുധ ഫാക്ടറികൾ സ്ഥാപിക്കുന്ന നീക്കം ഇറാന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര സമൂഹത്തിന് പുതിയ വെല്ലുവിളിയും സമ്മാനിക്കുന്നു.